ഡാൻസിങ് ഗണേശൻ്റെ അടുത്ത വീഡിയോ ആണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സ്കെച്ചിങ് പാർട്ട്, യെല്ലോ ബേസ്, അതുപോലെ ഓർണമെൻറ്റ്സിന് ഷെയ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഷെയ്ഡിങ് ആണ്. അപ്പോൾ ഇതിൽ കളർ മിക്സിങ് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. റെഡ് കളർ മിക്സിങ് കഴിഞ്ഞ വീഡിയോയിൽ ഓർണമെൻറ്റ്സ് ഷെയ്ഡിങ്ങിൻ്റെ സമയത്ത് എങ്ങനെയാണ് റെഡ് കളർ മിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം മിക്സിങ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി അത് പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആ മിക്സിങ് കാണിക്കുന്നില്ല. ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ പെയിൻറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മളപ്പോൾ റെഡ് കളർ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക കളറ്. എന്നിട്ട് ഇതുപോലെ ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ബ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ബ്രഷാണ്. അത് ഏറ്റവും വലിയ ബ്രഷ് ഏതാണ് നിങ്ങളെ കയ്യിലുള്ളത് അത് തന്നെ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. ഒരു ലൈൻ ഇങ്ങനെ ചെയ്ത് നെക്സ്റ്റ് കുറച്ച് വെള്ളത്തിൽ മുക്കി നമുക്കിതിനെ ഡൈല്യൂട്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ വെള്ളം കൊണ്ട് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിലേക്ക് പോകുന്തോറും കുറച്ച് ബ്രഷ് വാഷ് ചെയ്ത് ആ കളറിനെ ഡൈല്യൂട്ട് ആക്കിക്കൊണ്ടിരിക്കുക. ഇതുപോലെ 4 സൈഡിലും ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 4 സൈഡും ഇതുപോലെ റെഡ് കൊണ്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ റെഡ് ഡ്രൈ ആവണം. ഈ ഒരു ലെയർ ഡ്രൈ ആയതിനു ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡോട്ട് ഷെയ്ഡിംഗ് ആണ്. ഡോട്ട് ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ട ബ്രഷസ് ലോങ് ഹെയർ ബ്രഷസ് ആണ്. ലോങ് ഹെയർ ബ്രഷസ് 00, 000 അല്ലെങ്കിൽ 0 ഏത് ബ്രഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ 0 ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. ഇനി അഥവാ ലോങ് ഹെയർ ബ്രഷസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് ഹെയറും യൂസ് ചെയ്യാം. 0 അല്ലെങ്കിൽ 00 അല്ലെങ്കിൽ 000 ഏതെങ്കിലും ഷോർട്ട് ഹെയർ ബ്രഷും യൂസ് ചെയ്യാം. പക്ഷെ ലോങ് ഹെയർ ആണ് നല്ലത്. കുറച്ചും കൂടി നമുക്ക് കൂടുതൽ ഏരിയ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഡോട്ട് ഷെയ്ഡിങ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ റെഡ് കളർ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സൈഡ് ഭാഗത്ത് വരുന്ന ഡോട്ട്സ് ഡാർക്കർ ഷെയ്ഡായിരിക്കും. അത് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നതിനനുസരിച്ച് ആ ഡാർക്കർ ഷെയ്ഡ് ലൈറ്റ് ആക്കിക്കൊണ്ട് വരണം. അത് ഉള്ളിലേക്ക് ലൈറ്റർ ഷെയ്ഡ്സ് ആയിക്കൊണ്ട് വരണം. ഇതുപോലെ അപ്പോൾ ആദ്യം കുറച്ച് ഗ്യാപ്പ് വിട്ട് ഇടാം. നമ്മൾ ഇതിന് മുകളിൽ 2-3 ലെയർ ചെയ്യും. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ ഫില്ലാകും. അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ കാണാൻ ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ലൈറ്റർ ഷെയ്ഡ്സ് ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ബ്രഷ് മുക്കുക. എന്നിട്ടൊന്ന് ടിഷ്യൂവിൽ വൈപ്പ് ചെയ്തിട്ട് അതുകൊണ്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ സൈഡും ഇതുപോലെ ഡോട്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചതിൻ്റെ മേലെ കൂടി വീണ്ടും ചെയ്യാം. അതായത് നമ്മൾ ഗ്യാപ്പ് വിട്ടല്ലേ ഇത് ചെയ്തിട്ടുള്ളത്. ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യണം. ഇത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. 1 ടൈം അല്ല, 1, 2, 3, 4 എത്ര ലെയർ വേണമെങ്കിൽ നമുക്കിങ്ങനെ ഫില്ലിങ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതിനനുസരിച്ച് നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സെക്കൻഡ് ലെയറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 കോട്ട് കഴിഞ്ഞു. 2 കോട്ട് ഓഫ് ഡോട്ട് ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി 3ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത്ര ഷെയ്ഡിങ് മതി, ഇത്ര കളർ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ല ഇനിയും കുറച്ചും കൂടെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്ത പോലെ ഇതുപോലെ പെയിൻ്റ് എടുക്കുക. എന്നിട്ട് പെയിൻറ്റ് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഡാർക്കായിട്ട് ആദ്യം നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ റെഡ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഉള്ളിലേക്ക് കുറച്ചായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ 3ാമത്തെ ഷെയ്ഡിങ്ങും കൂടെ കഴിഞ്ഞിട്ടാകുമ്പോൾ ഉള്ള പെയിൻറ്റിങ്ങിൻ്റെ ഇത് കണ്ടോ. ആ ഡോട്ടൊക്കെ നല്ല ചെറിയതുപോലെ കാണുന്നുണ്ട്. എന്നാൽ ഡോട്ട് കാണുന്നതുകൊണ്ട് എന്നാൽ നല്ല ബ്രൈറ്റായിട്ട് കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫൈനൽ പാർട്ട് എന്ന് വെച്ചാൽ വീണ്ടും ഇതുപോലെ തന്നെ പെയിൻ്റ് എടുക്കുക. നന്നായി ഡൈല്യൂട്ട് ചെയ്യുക. ഇതിപ്പം മുമ്പ് ചെയ്ത പോലെയല്ല, നല്ലോണം ഡൈല്യൂട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് അധികം കളറ് വേണ്ട. ഈ ഇടയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. ബ്ലെൻഡ് ആവാൻ കുറച്ച് സ്ഥലങ്ങളുണ്ടെന്ന് തോന്നിയാൽ ഡോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണമെന്നില്ല. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും ഡോട്ട് ഷെയ്ഡിങ് ചെയ്തുകൊണ്ടേയിരിക്കാം, നല്ല ഭംഗിയാക്കുന്നവർ. പക്ഷെ ഞാൻ ഇത്ര വരെ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട് കളേഴ്സ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ഡ്രസ്സ്, അതിൻ്റെ കളേഴ്സ്, ഗ്രീൻ കളറ്, അതൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിൽ കമൻ്റായിട്ടോ ഇടുക. അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.